കണ്ണാപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 9 RSS BJP പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തലശ്ശേരി അഡീഷണൽ സെക്ഷൻ കോടതിയുടെയാണ് കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 20 കൊല്ലം മുമ്പ് നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ നിർണായകമാകുന്നത്. കേസിൽ ചൊവ്വാഴ്ചയാണ് ശിക്ഷ വിധിക്കുന്നത്. കേസിൽ ഏകദേശം 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇവർ മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3-ാം പ്രതി അജീഷ് വിചാരണയ്ക്കിടെ മരണപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള 9 പേരും കൊലപാതകത്തിൽ കുറ്റക്കാരാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസുമായി ബന്ധപ്പെട്ട 28 സാക്ഷികളെ കോടതി വിസ്തരിക്കുകയും ചെയ്തു. 59 രേഖകളും 50 തൊണ്ടിമുതലും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. 2005 ഒക്ടോബർ 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാത്രി 9-ന് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു വരികയായിരുന്ന റിജിത്തിനെ RSS BJP പ്രവർത്തകർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ റിജിത്ത് സംഭവത്തെ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. അന്ന് റിജിത്തിനൊപ്പം ഉണ്ടായിരുന്ന നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്ക് തക്കതായ തന്നെ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിലുള്ള അക്രമങ്ങളുടെ പേരിൽ ശിക്ഷ നേടിയെടുക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാം. LDF-ൽ നിന്നും ഇപ്പോൾ ഇതാ BJP-യിൽ നിന്നും പ്രതികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അക്രമത്തിന്റെ പേരിൽ ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലും ഇതുപോലെയുള്ള ആളുകളുടെ ജീവൻ എടുക്കുന്നത് അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും അത് ചെയ്യില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അത് ചെയ്യില്ല എന്ന് തീരുമാനിക്കേണ്ടത് ഇനി അത്യാവശ്യമാണ്. കാരണം ജീവനില്ലാതാകുന്നത് നമ്മുടെ ഓരോ സഹോദരങ്ങളുടെ തന്നെയാണ്.